അത് ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് ആ ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ. മുഖ്യമന്ത്രി എന്നോട് അത് നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയണ്ടല്ലോ. ഇവിടെ BJPക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. ആ വ്യക്തി ആരാ എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആർക്കാണോ അവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ആ എന്തിനു വേണ്ടിയിട്ടാണോ BJPയെ കൂട്ടുപിടിക്കേണ്ടത്, ആ വ്യക്തികൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ADGPക്ക്. ഇതിൽ BJPയെ കുറ്റം പറയാൻ പറ്റില്ല. BJP നല്ല ഫൈൻ പ്ലേ അല്ല കളിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അവർ പ്രയോഗിച്ചു, അവരതിൽ വിജയിച്ചു. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് സൗകര്യമൊരുക്കി കൊടുത്തവർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ പറഞ്ഞ ആയിരക്കണക്കിന്. ഇപ്പം ഞാൻ ഇന്ന് അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു മെസ്സേജാണ്, ദയവായി നിങ്ങൾ കേൾക്കുക. എന്താ അറിയോ? കണ്ണൂരിലൊരു ഒരു സഖാവിൻ്റെ മെസ്സേജ് വോയിസാണ്. അപ്പം ഇങ്ങനെ നിരന്തരം വിളിക്കട്ടെ, ഞാൻ എടുത്തിട്ടില്ല എനിക്ക് കാറിൽ വരുമ്പോൾ. അപ്പോൾ ആ സഖാവിൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ, സഖാവ് നിങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ്. ആ മനുഷ്യൻ്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്തെ AKG സെൻറ്ററിൽ ആ ബോഡി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടില്ല. കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നാണ്. ഒരു നേരത്തെ യാത്രയപ്പിന് ആ സഖാവിനൊന്ന് കൈ ഉയർത്തി ഇൻകിലാബ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഉണ്ടായിരുന്ന MLA. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം, അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എൻ്റെ പിന്തുണ. മെസ്സേജാണ്. ആ കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എന്താ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയില്ല പെരുമാറ്റം. കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, ഇല്ലേ? ഞാൻ പറഞ്ഞ എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, ഒരു ബലം പിടിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പിടിച്ച എല്ലാത്തിലും ഉണ്ട്. അത് മക്കളായിട്ടും കാര്യമില്ല, ഇനി ഉമ്മയായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാത്തിലും അങ്ങനെ ആവണം. മക്കൾക്ക് വേറൊന്നും മരുമക്കൾക്ക് വേറൊന്നും ഇല്ല. എല്ലാ മനുഷ്യരോടും ഒരു നീതിയായിരുന്നു എൻ്റെ ഉപ്പാക്ക്. ആ ഉപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതന്നെ. കൊടും ചതി എന്നോട് നടത്തിയെന്നില്ല. എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പം പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും. കേട്ടാ, എന്താ ഗവൺമെന്റ് PV അൻവറിനെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നത്. ഒന്ന് പിടിക്കട്ടെ, നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ, പോലീസ് എടുക്കേണ്ട പണി PV അൻവറിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു, അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെയാണ് എടുക്കണത്? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ്. എവിടൊക്കെ ഈ ബോംബ് എത്തുന്നറിയുള്ളൂ?
ഞാൻ ബാക്കിൽ നിൽക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. ഏത് ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത് അല്ലേ? ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയും ലൈഫ് എന്ന്, ക്ഷീണിതര. അവർക്ക് ഇത് സഖാക്കളെ പറയല്ല, അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്തു കൂടെ പോവല്ലേ? ഇത് കൊണ്ടോട്ടിന്ന് ഇഷ്യൂ എന്ന് അറിയില്ലേ? മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ നല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല.